ഇപ്പോൾ PSCയിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ 8ാം ക്ലാസ്സിലെ കോശങ്ങളും കോശജാലങ്ങളും എന്ന് പറയുന്ന 9ാമത്തെ ചാപ്റ്ററിൽ ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് PSCLDC 2024 പിന്നെ ഒരു _ ഇട്ടിട്ട് BKMD 9000 എന്ന് ടെലിഗ്രാമിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ടോപ്പിക്ക് വായിക്കുന്ന അതിനനുസരിച്ച് എന്തെങ്കിലും കോഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളതും ഈ വോയിസിൽ പറയുന്നതായിരിക്കും. നോട്ട് കേട്ട് എഴുതുന്നവർ, അതായത് ക്ലാസ്സിൽ ഈ പറയുന്ന പോലെ വീഡിയോ ക്ലാസ് കാണാത്തവരും കാണുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, ഒരു പേപ്പർ എടുക്കുക, ഞാൻ പറയുന്നതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ നോട്ടായിട്ട് ചെറിയ പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുക. കാരണം ആ ഒരു രീതിയിൽ പോയിൻ്റ് മാത്രമായിട്ടായിരിക്കും എടുത്ത് പറയുന്നത്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് നല്ല ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കാം. നമ്മൾ ആദ്യം 2 പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഒന്ന് റോബർട്ട് ഹൂക്കും 2 ലീവൻ ഹോക്കും, ആൻറ്റൺ വാൻ ലീവൻ ഹോക്ക്. അപ്പോൾ റോബർട്ട് ഹൂക്കിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1635 മുതൽ 1703 വരെയാണ്. ലീവൻ ഹോക്ക് 1632 മുതൽ 1723 അതായത് ഇതിൽ സീനിയർ ലീവൻ ഹോക്കാണ്. അദ്ദേഹം 1632 ജനിച്ചത്. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് റോബർട്ട് ഹൂക്ക് ജനിക്കുന്നത്. ആ ഒരു രീതിയിൽ ഓർത്തിരുന്നാൽ മതി. ഇതിൽ റോബർട്ട് ഹൂക്ക് എന്ത് ചെയ്ത്, ഒരു കോർക്ക് കഷണത്തെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച സമയത്ത് അടുക്കി വച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ, അവ ഒന്നല്ല 1000 എണ്ണം അറകൾ എന്ന അർത്ഥത്തിൽ സെല്ലുകൾ കണ്ടെത്തി. അപ്പോൾ കോശങ്ങൾ കണ്ടെത്തിയത് റോബർട്ട് ഹൂക്കാണ്. 1635 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ കോർക്ക് നിരീക്ഷിച്ചപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കണം. എന്താണ്? അടുക്കി വച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ, അവ ഒന്നല്ല 1000 എണ്ണം അറകളുണ്ടായിരുന്നു. ആ ഒരു അർത്ഥം വരുന്ന വാക്കാണ് സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കോശങ്ങളെന്ന് വിളിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ആൻറ്റൺ വാൻ ലീവൻ ഹോക്ക് കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറെ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ നിരീക്ഷിക്കുകയും അതിലെ സൂക്ഷ്മജീവികളെ കണ്ടെത്തുകയും ചെയ്തു. ഇനി നമ്മൾ പ്രധാനമായിട്ടും എഴുതി വയ്ക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെൽ ബയോളജി അഥവാ കോശവിജ്ഞാനീയം. എന്താണ്? കോശങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സെൽ ബയോളജി അഥവാ കോശവിജ്ഞാന മേഖലയിൽ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയ 3 ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ പഠിക്കണം. അതിലൊന്നാമത്തത് MJ ഷ്ലീഡൻ, മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ, MJ ഷ്ലീഡൻ. രണ്ടാമത്തത് തിയോഡർ ഷാൻ. മൂന്നാമത്തത് റുഡോൾഫ് വിർഷോ. അപ്പോൾ MJ ഷ്ലീഡനും തിയോഡർ ഷാനും റുഡോൾഫ് വിർഷോയും. ഇതിൽ MJ ഷ്ലീഡൻ്റെ കാലഘട്ടം 1838 അദ്ദേഹം സസ്യങ്ങളുടെ കോശങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ 3 ശാസ്ത്രജ്ഞന്മാരുടെ പേര് ആദ്യം ഓർത്തിരിക്കുക. ഈ ഒരു ഓർഡറിൽ തന്നെ ഓർത്തിരിക്കാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കണം. MJ ഷ്ലീഡൻ, തിയോഡർ ഷാൻ, റുഡോൾഫ് വിർഷോ. അതിൽ ആദ്യം ഷ്ലീഡനാണ്. ഷ്ലീഡൻ എന്ത് ചെയ്തു? എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അപ്പോൾ നമ്മളത് ഓർത്തിരിക്കാൻ വേണ്ടി വർഗീകരണമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നല്ലാതെ നമുക്ക് അടിസ്ഥാനമായിട്ട് അറിയാലോ. ആദ്യം സസ്യങ്ങൾ, പിന്നെ ജീവികൾ, ആ ഒരു രീതിയിൽ. അപ്പം ആദ്യം നമ്മൾ പഠിച്ച ശാസ്ത്രജ്ഞൻ സസ്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്തിരിക്കണം. രണ്ടാമത്തെ ആൾ ജീവജാലങ്ങൾ, അതായത് ജന്തുക്കളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കണം. മൂന്നാമതായിട്ട് അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലാണെന്ന് ആലോചിക്കണം. അപ്പോൾ MJ ഷ്ലീഡൻ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കണ്ടെത്തൽ നടത്തിയതാണ്. എന്താണ്? എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. തിയോഡർ ഷാൻ എന്താണ്? ജന്തുക്കളെ പറ്റിയിട്ടുള്ളതാണ്. അപ്പം ജന്തുക്കളുടെ കോശങ്ങൾ, അതായത് ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷാൻ. അപ്പോൾ റുഡോൾഫ് വിർഷോ അതാണ് മൂന്നാമത്തേത്. അദ്ദേഹം എന്ത് ചെയ്തു? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന ആശയം കണ്ടെത്തി. അപ്പോൾ ആദ്യത്തെ ആൾ സസ്യങ്ങൾ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. രണ്ടാമത്തെ ആൾ
ജന്തുക്കൾ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. മൂന്നാമത്തെ ആൾ എന്ത് ചെയ്തു? നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തി. അപ്പോൾ ആദ്യത്തെ 2 കണ്ടുപിടുത്തങ്ങൾ അടുത്തടുത്ത വർഷങ്ങളിലാണ്. 1838 1839. 1838 സസ്യങ്ങളുടെ കോശങ്ങളും 1839 ജന്തുക്കളുടെ കോശങ്ങളും. അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ചേർത്ത് അടുത്ത കണ്ടെത്തൽ നടത്തിയത് 1855. ഇനി നമ്മൾ കോശ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. ഈ 3 പോയിന്റും നമ്മൾ ഈ പറഞ്ഞ 3 ശാസ്ത്രജ്ഞന്മാരുമായിട്ട് അവരുടെ കണ്ടുപിടുത്തങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടായതാണ്. ആ ഒരു നിരീക്ഷണങ്ങളുടെ ഫലമായിട്ട്. അതിലൊന്നാമത്തെ എന്താണ്? എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തത്തിലെ ആദ്യത്തെ പോയിന്റ് ഇതാണ്. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് കോശമാണ്. മൂന്നാമത്തത് മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെട്ടത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്നിലധികം കോശങ്ങളാലാണ് ജീവജാലങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് അടിസ്ഥാന യൂണിറ്റ് കോശങ്ങളാണ്. ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് കോശങ്ങളാണ്. നമ്മൾ അടിസ്ഥാന യൂണിറ്റ് കോശങ്ങളാണെന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ മൂന്നാമതായിട്ട് റുഡോൾഫ് വിർഷോ പറഞ്ഞ പോയിൻ്റാണ് മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെട്ടത് എന്നുള്ളത്. അടുത്തത് നമ്മൾ മൈക്രോസ്കോപ്പിനെ പറ്റിയിട്ടുള്ള 1-2 പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. മതിയായ പ്രകാശത്തിൽ മനുഷ്യ നേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള 2 ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. അതായത് ആവശ്യത്തിനുള്ള പ്രകാശമുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് 2 ബിന്ദുക്കളെ തമ്മിൽ തിരിച്ചറിയാൻ കഴിയും. അത് 0.2 മില്ലിമീറ്റർ അകലെയുള്ള വസ്തുക്കളായിരിക്കണം, അല്ലെങ്കിൽ ബിന്ദുക്കളായിരിക്കണം. ഈ ദൂരമാണ് കണ്ണിൻ്റെ റെസൊല്യൂഷൻ. 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ കാണാനായിട്ട് ലെൻസിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ 0.2 മില്ലിമീറ്റർ അകലെയുള്ള 2 ബിന്ദുക്കളെയാണ് വേർതിരിച്ചറിയാൻ കഴിയുന്നത്. ഇതാണ് കണ്ണിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 0.2 എന്ന് പറയുന്നത് ഇപ്പം മനുഷ്യന് 2 കണ്ണുകളുണ്ടെന്നുള്ള രീതിയിൽ 0.2 അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനി ഒറ്റ ലെൻസ് മാത്രമുള്ള സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ 10 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ കഴിയും. ഒറ്റ ലെൻസ്, അതിൻ്റെ പേരെന്താണ്? സിമ്പിൾ മൈക്രോസ്കോപ്പ്. അതിലെന്ത് പറ്റും? 10 മടങ്ങ് വലുപ്പത്തിൽ കാണാൻ പറ്റും. ഒറ്റ ലെൻസ്, സിമ്പിൾ മൈക്രോസ്കോപ്പ്, 10 മടങ്ങ് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. 10 എന്ന് പറയുന്നത് ഇപ്പോൾ ഒറ്റ ലെൻസ്, ഒറ്റ പൂജ്യം മാത്രമേ ഉള്ളെന്ന രീതിയിൽ 10 എന്നുള്ള സംഖ്യ ഓർത്തിരിക്കണം. 10 മടങ്ങ് നമുക്ക് വലുപ്പത്തിൽ കാണാം. പക്ഷേ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാനാകും. അതായത് ഒന്നിലധികം ലെൻസുകളുള്ളതിൻ്റെ പേരെന്താണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒറ്റ ലെൻസ് ഉള്ളത് സിമ്പിൾ മൈക്രോസ്കോപ്പും ഒന്നിലധികം ലെൻസ് ഉള്ളത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ നമുക്ക് വസ്തുവിനെ കാണാൻ സാധിക്കും. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒറ്റ ലെൻസ് 10 മടങ്ങ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒന്നിലധികം ലെൻസും 1000 മടങ്ങ് വലുപ്പത്തിലും കാണാൻ പറ്റും. ഇനി നമ്മളൊരു കുഞ്ഞു ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കും. ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ. വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവാണ് അതിൻ്റെ ആവർത്തന ശേഷി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എന്താണ് ആവർത്തന ശേഷി? വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവാണ് ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. നിരീക്ഷണ വസ്തുവിനെ ഐപീസ് ലെൻസ് 10x അതായത് 10 ഇരട്ടി വലുതാക്കിയും ഒബ്ജക്റ്റീവ് ലെൻസ് 40x അതായത് 40 ഇരട്ടി വലുതാക്കിയും ചെയ്യുന്നുവെങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി 400x ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു മൈക്രോസ്കോപ്പിൽ 2 ഭാഗങ്ങളുണ്ടല്ലോ പ്രധാനമായിട്ട്. ഒന്ന് ഐ പീസും, അതായത് നിരീക്ഷിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തത് വലുതാക്കി കാണിക്കുന്ന ഒബ്ജക്റ്റീവ് ലെൻസും. അപ്പം നിരീക്ഷണ വസ്തുവിൻ്റെ അഥവാ ഐ പീസ് ലെൻസിൻ്റെ ആവർത്തന ശേഷി 10x
ഒബ്ജക്റ്റീവ് ലെൻസ് 40x ആണെങ്കിൽ നമ്മുടെ ആ ഒരു മൈക്രോസ്കോപ്പിൻ്റെ മുഴുവനായിട്ടുള്ള ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് 400x ആയിരിക്കും. അപ്പം ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ചോദിക്കാം, 10x ഉള്ള ഒരു ഐ പീസ് ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസ് 40x അഥവാ 10 ഇരട്ടി 40 ഇരട്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 10 ഗുണം 40 എന്നുള്ള ആ ഒരു ക്രിയ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഉത്തരം 400 എന്ന് കിട്ടും, 400x. അപ്പോൾ അതാണ് ഉത്തരം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.